കൊല്ലത്തേക്ക് തന്നെയാണ് പോകുന്നത്. കൊല്ലം തേവരക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് ഇന്ന് രാവിലെയോടുകൂടി മരിച്ചത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോൾ കഞ്ഞിപ്പുരയ്ക്ക് തൊട്ടുമുകളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. തേവലക്കര ബോയ്സ് സ്കൂളിലാണ് സംഭവം നടന്നത്. നാട്ടുകാരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ടും തേടി. ആദ്യം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ബോർഡ് രേഖാമൂലം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നു വാക്കാൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു മാനേജ്മെന്റ് ഈ നിലപാടുമായി പോകാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ നിലപാട് സ്വീകരിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കക്ഷി രാഷ്ട്രീയം നോക്കാതെ CPMന്റെ മാനേജ്മെന്റ് ആണ് എന്നുള്ള കാര്യം നോക്കാതെ വിദ്യാഭ്യാസ മന്ത്രി മാതൃകാപരമായ നിലപാടെടുക്കണം. ഇല്ലെങ്കിൽ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും. വിവരങ്ങളുമായി സ്കൂൾ പരിസരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി M മനോജും R രാജീവുമാണ് ചേരുന്നത്. ആദ്യം പോകുന്നത് മനോജിലേക്കാണ്. മനോജ്, അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ BJPയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും KSEBക്കെതിരെയും ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചത് എന്ന് ആരോപിച്ച് നാട്ടുകാർ രാവിലെ തന്നെ രംഗത്തെത്തിയതാണ്. ശക്തമായ പ്രതിഷേധവുമായി BJP കളം നിറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഒടുവിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ അവസ്ഥ? തീർച്ചയായും ഈ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും പോലീസും കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് BJPയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകളുമൊക്കെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂളിലെ സാഹചര്യം എന്ന് പറയുന്നത് നിലവിൽ BJP പ്രവർത്തകരും ABVP പ്രവർത്തകരും ഈ പ്രതിഷേധവുമായി ഈ ഓഫീസിന് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലും ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലും ഇത്തരത്തിലുള്ള, അതായത് ആനുകൂല്യമായാലും അതൊക്കെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം അനുവദിക്കുന്നു. അതൊക്കെ നോക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ ഇവിടെ ഒന്നും നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അനന്തരഫലം തന്നെയാണ് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ABVP പ്രവർത്തകരും ഇവിടെ തന്നെ, അതായത് ഈ ഓഫീസിന് മുന്നിൽ തന്നെ കുത്തിയിരിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ പ്രതിഷേധത്തിലുള്ള ഓരോരുത്തരും പറയുന്നത്. എന്തായാലും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ നിയന്ത്രണത്തിലുള്ള CPM മാനേജ്മെന്റിന്റെ സ്കൂളാണ്. ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു ഷെഡ് നിർമ്മിച്ചപ്പോൾ, അതായത് സൈക്കിൾ ഷെഡ് എന്ന് പറഞ്ഞാണ് ഈ ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഷെഡ് നിർമ്മിച്ചപ്പോൾ പോലും ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ഇങ്ങനെയൊരു വൈദ്യുതി ലൈൻ അതുവഴി പോകുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുവാനുള്ള ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ 15-ന് KSEB ഒരു റിപ്പോർട്ട് ഈ ഷെഡുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നുവെന്ന് പറയുന്നു. KSEB നൽകിയ റിപ്പോർട്ടിന്മേൽ ഒരു തരത്തിലുള്ള നടപടിയും മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു കുട്ടി, തന്റെ 8ാം ക്ലാസ്സുകാരനായ മിഥുൻ, തന്റെ ചെരുപ്പ് ഇതിന് മുകളിലേക്ക് പോയപ്പോൾ ആ ചെരുപ്പ് എടുക്കുവാൻ മുകളിലേക്ക് കയറുന്നതും തുടർന്ന് ഷോക്ക് ഏൽക്കുന്നതും ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. ഈ ഷെഡിന് ചേർന്നാണ് ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ കിടക്കുന്നത്. ഈ വൈദ്യുതി ലൈൻ കിടക്കുമ്പോൾ ആ കുഞ്ഞ് വീഴാൻ പോകുമ്പോഴാണ് ആ വൈദ്യുതി ലൈനിൽ പിടിക്കുന്നതും ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നതും. അതിനു പിന്നാലെ അധികൃതരുടെ ഭാഗത്തുനിന്നും ആദ്യഘട്ടത്തിലുണ്ടായ മറുപടി എന്ന് പറയുന്നത് കുട്ടിക്ക് അബദ്ധം സംഭവിച്ചു പോയി, അങ്ങനെ ആണ് ഈ ഒരു അപകടം ഉണ്ടായെന്നാണ്. എന്നാൽ അതിനുശേഷമാണ് കൃത്യമായി നാട്ടുകാരൊക്കെയും വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതരാരും തന്നെ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. ഇത് അപകട സാധ്യത മുന്നിൽ കണ്ടിട്ട് പോലും അത് ഈ കുട്ടികളുടെ സുരക്ഷ ഇവിടെ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ
വി ശിവൻകുട്ടി മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിനൊക്കെ പിന്നാലെ തന്നെ ഈ ഒരു സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് BVP-യും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അവരൊക്കെ തന്നെ കൊല്ലം തേവലക്കരയിലാണ് ഇന്ന് രാവിലെയോടുകൂടി കുട്ടി 13 വയസ്സുകാരനായ മിഥുൻ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഈ കുട്ടി ഈ സ്കൂളിന് ചേർന്നുള്ള ഷെഡിൽ, സൈക്കിൾ ഷെഡാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കുഞ്ഞ് ഷെഡിന് മുകളിലേക്ക് കയറി ഇവിടെ ഗുരുപൂജയ്ക്കെതിരെ അത്തരത്തിലുള്ള പരിപാടികൾക്കെതിരെ വാദോരാതെ സംസാരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് പ്രിൻസിപ്പളിന് എന്താണ് പണിയെന്നാണ് ചോദിച്ചത്. പക്ഷേ ABVPക്ക് ചോദിക്കാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് എന്താണ് പണി. വീണ്ടും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് കേരളമെമ്പാടും ഇവിടെ തേവലക്കരയിൽ ഉൾപ്പെടെ ഉയരുന്നത്. ഈ ശക്തമായ പ്രതിഷേധമായിട്ട് ABVP മുന്നോട്ട് പോകും. തീർച്ചയായും തേവലക്കര ബോയ്സ് സ്കൂളിന് മുന്നിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ആ ഒരു പ്രതിഷേധത്തിലേക്ക് ഇത്രയധികം ജനങ്ങൾ ഈ സ്കൂളിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള അനാസ്ഥ തന്നെ. കൊല്ലം തേവലക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെയാണ് 13 വയസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥയാണ് ഈ കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ കാരണമായത്. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഗോകുൽ കൃഷ്ണൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മൾ ഇവിടെ നടന്ന് കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വളരെ ദാരുണമായ സംഭവം. ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഒരു സ്കൂൾ അധികൃതരുടെ അനാസ്ഥയിൽ, KSEBയുടെ വീഴ്ചയിൽ പൊലിഞ്ഞിരിക്കുന്നു. ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി BJP സ്ഥലത്തുണ്ട്. നാട്ടുകാർ കൃത്യമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഈ സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നതാണ്. കൃത്യമായ കാര്യങ്ങൾ അവർ വിശദീകരിച്ചിരുന്നു. പക്ഷേ യാതൊന്നും ഈ സ്കൂൾ മാനേജ്മെന്റ് ചെയ്തില്ല. CPM നിയന്ത്രണത്തിലുണ്ടായിരുന്ന മാനേജ്മെന്റാണ്. ഇപ്പോൾ മാനേജ്മെന്റിനെയും കാണാനില്ല, KSEBയെയും കാണാനില്ല. ഒടുവിൽ ഒരു 13 വയസ്സുകാരന്റെ ജീവനറ്റ ശരീരമാണ് നമ്മുടെ മുന്നിൽ. തീർച്ചയായും ഇവിടെ കൊല്ലത്ത് തേവലക്കര ബോയ്സ് സ്കൂളില് നാട്ടുകാരുടെ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സംഭവ സ്ഥലത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ ABVPയുടെ നേതൃത്വത്തിൽ, ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഈ സംഭവത്തിനെതിരെ ഉണ്ടായിട്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായ ഒരു കൃത്യവിലോപം ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റ്, CPM നേതൃത്വം കൊടുക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ മെയ് മാസം തന്നെ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള ഒരു വൈദ്യുതി ലൈൻ ഉണ്ടെന്ന് ഇവിടെ PTA ഉൾപ്പെടെ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊന്നും നടപടി എടുക്കാതെ മിഥുൻ എന്ന് പറയുന്ന 13 വയസ്സുള്ള ഒരു പിഞ്ചു ബാലൻ, ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ കളയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് ABVPക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ശക്തമായ പ്രതിഷേധമായിട്ട് ABVP മുന്നോട്ട് പോകും. ഇവിടെ മാനേജ്മെന്റിനെതിരെ, ഇതിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ പേർക്കുമെതിരെ, CPM നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റിനെതിരെ ശക്തമായ നിയമ നടപടി, കേസെടുത്ത്, നരഹത്യക്ക് കേസെടുത്ത് അന്വേഷണം നടത്തി അവർക്ക് തക്കതായ ശിക്ഷ നേടിക്കൊടുക്കുന്നതുവരെ ABVP ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ABVPക്ക് പറയാനുള്ളത്. ഗോകുൽ, ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സാക്ഷ്യമായി മാറുകയാണ്. നമ്മുടെ കേരളത്തിലെന്നല്ല, പുറത്തൊന്നും പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള നാണക്കേടുണ്ടാക്കുന്ന സംഭവം. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് പന്താടിയവർ ഒടുവിൽ ആ ജീവൻ കളഞ്ഞു. എന്തായാലും ഇപ്പോഴും അവർ പരസ്പരം, അതായത് സ്കൂൾ മാനേജ്മെന്റ് KSEBയെ പഴിചായിരുന്നു, KSEB സ്കൂൾ മാനേജ്മെന്റിനെ പഴിചായിരുന്നു. സർക്കാരിന് ഇതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന മട്ടുമാണ്. ഇവിടെ വകുപ്പുകൾ, അതായത് വിദ്യാഭ്യാസ വകുപ്പും അതേപോലെ സ്കൂൾ മാനേജ്മെന്റും വൈദ്യുതി വകുപ്പും പരസ്പരം പഴിചാരുന്നത് വളരെ അപഹാസ്യമാണ്. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ
വിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ഈ വകുപ്പുകൾ സർക്കാർ അധികൃതർ അതേപോലെ തന്നെ ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ അപഹാസ്യമാണ്. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് യാതൊരു വിധത്തിലും ABVP അനുവദിക്കില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇവിടുത്തെ പെൺകുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം അതിന് നമുക്ക് പണമില്ല. അതേപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സൗജന്യ യൂണിഫോം അതിന് നമ്മുടെ കേരളത്തിൽ പണമില്ല. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് മോഡൽ പരീക്ഷ നടത്തേണ്ട സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല എല്ലാ തരത്തിലും പരാജയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിവിടെ തേവലക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 13 വയസ്സുകാരന്റെ മരണം, ഷോക്കേറ്റുള്ള മരണം, അത് കൃത്യമായും ഇവിടുത്തെ അധികൃതരുടെ അലംഭാവം മൂലം, അവരുടെ ക്ഷമ അർഹിക്കാത്ത അനാസ്ഥ മൂലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ, ആ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന വി ശിവൻകുട്ടിക്കെതിരെ ശക്തമായ സമരവുമായിട്ട് ABVP മുന്നോട്ട് പോകും. ഗോകുൽ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ 2-3 ദിവസമായി കേരള സർവകലാശാലയിലെ SFIയുടെ പ്രതിഷേധവും അഴിഞ്ഞാട്ടവും ഒക്കെ കണ്ടു. ഇന്ന് രാവിലെ കൊല്ലത്തൊരു കുഞ്ഞിന്റെ ജീവൻ പിടഞ്ഞു വീണിട്ട്, കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിട്ട് അവിടെ ഒരു SFIക്കാരെയും കണ്ടില്ല ഇന്ന് സമരം ചെയ്യാൻ. അത് തീർച്ചയായും ഇവിടെ നാട്ടുകാർ ഒന്നാകെ മുഴുവൻ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും ഇവിടെ ഇന്ന് സ്കൂളിന് മുമ്പിൽ പ്രതിഷേധമായിട്ട് എത്തിയിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോ ആ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ ഒരു പ്രതിനിധിയോ ഇവിടെ ഇല്ല. അതുകൂടാതെ എന്തിനും ഏതിനും വെള്ളക്കൂറയുമായിട്ട് ഇവിടെ പ്രതിഷേധമായിട്ട് ഇറങ്ങുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI ഈ പരിസരത്ത് പോലും ഇല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേരള സർവകലാശാലയിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി, ഗവർണർക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിഷേധവുമായിട്ട് വരികയും കേരള സർവകലാശാലയുടെ അകത്ത് കയറി സർവ്വതും നശിപ്പിക്കുന്ന, പൊതുമുതലും നശിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിൽ വിദ്യാർത്ഥി സംബന്ധമായ ഒരു വിഷയത്തിലും ഇവിടെ കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടപെടുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞിട്ട് പോലും ഒരു SFI പ്രവർത്തകനെയോ ഇടതുപക്ഷ പ്രവർത്തകരെയോ ഇവിടെ പ്രതിഷേധമായിട്ടോ ഈ പ്രശ്നത്തിന് കാരണക്കാരായവരെ ശിക്ഷ നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സർവകലാശാല വിഷയം പോലെയുള്ള സമരങ്ങൾ മാത്രമാണ് ഇപ്പോൾ SFI നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, PM ശ്രീ ഉൾപ്പെടെ ഈ സംസ്ഥാനത്ത് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണം ലഭിക്കുന്ന പദ്ധതി തികച്ചും രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അത് കേരളത്തിൽ വരരുത് എന്ന് ഒരു നിർബന്ധം പിടിച്ചുകൊണ്ട് ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിന്റെ സർക്കാരും അതേപോലെ തന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും. ആ ഒരു അവസരം കൂടി നമ്മൾ ഇവിടെ പ്രത്യേകം ചിന്തിക്കണം. അത്തരത്തിൽ പൂർണ്ണമായും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുമായിട്ടാണ് ഇവിടെ SFI മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രശ്നത്തിലും നിലവിൽ കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുന്നില്ല. അതിൽ ഈ PM ശ്രീ ഉൾപ്പെടെയുള്ള നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം അവസാനമായിട്ട് കീം എൻട്രൻസിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ABVP നാളെ സംസ്ഥാനത്ത് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. ശരി ഗോകുൽ കൃഷ്ണൻ, നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.